പാലക്കാട് ഈ ഞങ്ങളിൽ നിന്ന് ലഭിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ സരിനെ മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. CPM-ന്റെ സർവ്വ സൈന്യവും അവിടെ സരിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മിനിമം ഒരു 2ാം സ്ഥാനത്തെങ്കിലും എത്തിയിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുമായിരുന്നു, പറയാൻ പറ്റുമായിരുന്നു. അതിനവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന പോലെ ബഹുമാന്യ നേതാവ് പറഞ്ഞ ഒരു കാര്യം, ഈ ചേലക്കരയിൽ സംഭവിച്ചിട്ടുള്ള UR പ്രദീപിൻ്റെ ഭൂരിപക്ഷത്തെ പറ്റി പറഞ്ഞു. അവിടെ ഈ പറയുന്നത് പോലെ 39,000 40,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ CPM-ന്റെ ഉരുക്കുകോട്ടയായി തന്നെ അവർ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വിള്ളൽ അതൊരു ഭരണവിരുദ്ധ വികാരമായി തന്നെ ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഇപ്പോൾ ആകെ ഈ 2 തെരഞ്ഞെടുപ്പാണല്ലോ നടന്നിട്ടുള്ളത്. അവിടെ CPM-ന് ഉണ്ടായിട്ടുള്ള നേട്ടം എന്താണ് എന്നുള്ളതാണ് അവർക്ക്. ഇപ്പോൾ അവരുടെ കോട്ട നിലനിർത്താൻ അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു, UR പ്രദീപ് ജയിച്ചു, ശരിയാണ്, അത് അംഗീകരിക്കുന്നത്. ജയം ജയിച്ച ആൾ ഫസ്റ്റ് ജയിച്ച ആൾ ജയിച്ചത് തന്നെയാണ്, അത് അംഗീകരിക്കുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള CPM-ന് ഉണ്ടായിട്ടുള്ള വോട്ടിൻ്റെ കുറവ് അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. പാലക്കാട് CPM-ന് ഉണ്ടായിട്ടുള്ള വോട്ടിൻ്റെ കുറവ് 2ാം സ്ഥാനത്ത് പോലും എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ കണ്ണാടി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ CPM-ന്റെ ഉരുക്കുകോട്ടയായിട്ടുള്ള പഞ്ചായത്തുകളാണ് പാലക്കാട്. ആ സ്ഥലത്ത് പോലും ഇവിടെ വേറെ ഒന്നും വേണ്ട. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ LDF-ന്റെ സ്ഥാനാർത്ഥി പാലക്കാട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരും കേട്ടിട്ടുള്ളതാണ്. അവിടെ ഏറ്റവും ഒടുവിൽ എണ്ണുന്ന 2 ബൂത്തുകളെങ്കിലും ആ 2 ബൂത്തുകളിലെ എൻ്റെ ഭൂരിപക്ഷം മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഏറ്റവും ഒടുവിൽ ഇനി 2 ബൂത്തുകൾ, ഈ പറയുന്ന പെരിയാരി പഞ്ചായത്തിലെ 2 ബൂത്തുകൾ, ആ ബൂത്തുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അവിടെ 2 ബൂത്തിലും കോൺഗ്രസ് ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കണക്ക് പറയാൻ CPM-ന്റെ പ്രതിനിധിക്ക് അല്ലെങ്കിൽ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞതെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അവർ ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടി തലത്തിൽ ലഭിച്ചിരുന്ന കണക്കുകൾ പോലും ആ കണക്കിൽ പോലും മാറ്റം വരുത്താനായിട്ട് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അവിടെ ഒരു പ്രചോദനമായി മാറിയിരുന്നത്. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചൊരു പഞ്ചായത്തിൻ്റെ കാര്യം, ഞാൻ തൊട്ടടുത്തൊരു പഞ്ചായത്ത് തന്നെ പറയാം. നമ്മുടെ വെമ്പായം പഞ്ചായത്തിൽ UDF-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്ന വെമ്പായം പഞ്ചായത്തിൽ എന്താ സംഭവിച്ചത്? ആരുമായിട്ട് ഇവർ എക്കാലവും ഞങ്ങളുമായി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരാണ്, ഞങ്ങൾ BJPക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ആ വെമ്പായം പഞ്ചായത്തിൽ BJPയുടെ 3 കൗൺസിലറുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ UDF-ന്റെ പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്ന് അവരെ പുറത്താക്കിയ ആളുകളാണ് ഈ പറയുന്ന തരത്തിൽ കൂട്ടുകച്ചവടത്തെ പറ്റി പറയുന്നത്. പിന്നെ പാലക്കാട് ഇന്ന് STP നടത്തിയ സമര നാടകമൊക്കെ അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോഴും ഈ നിമിഷവും അത് വളരെ വ്യക്തമായി തന്നെ സംശയിക്കുന്നു. LDF-ന് മറുപടി പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് LDF ഈ പറയുന്നത് പോലെ STP-യുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് ഞങ്ങൾ ഇന്ന് സംശയിക്കുകയാണ്. അക്കാര്യത്തിലേക്ക് നമുക്ക് പിന്നെ മറ്റ് വിശദമായ ചർച്ചകളിലേക്കും പഠനത്തിലേക്കൊക്കെ പിന്നീട് പോവാം. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അവിടെ ഞാൻ പറഞ്ഞത്, പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ പറഞ്ഞ ആളുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജിമേഷ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ജിമേഷ് തെരഞ്ഞെടുപ്പിൻ്റെ സമയമായപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജിമേഷിന് അബദ്ധം പറ്റി. ജിമേഷ് സ്ഥിരം വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനമെടുത്ത് വോട്ട് ചെയ്തു. അതിൽ തെറ്റായിപ്പോയെന്ന് ജിമേഷിന് തോന്നുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് മാറ്റി ചെയ്യാനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ ചെയ്യില്ലേ? അത്തരം ആളുകൾ ആര് തന്നെയാണെങ്കിലും, അത് ഇനി BJPക്ക് വോട്ട് ചെയ്ത ആളുകളാണെങ്കിലും CPM-ന് വോട്ട് ചെയ്ത ആളുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകളാണെങ്കിൽ പോലും അവർക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തെ സ്വാഗതം ചെയ്ത് ഞങ്ങൾ ആരുടെ വോട്ട് വേണോ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അല്ലാതെ STP-യുമായി തുറന്ന ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ STP-യുടെ വോട്ടിനു വേണ്ടി തുറന്നൊരു ചർച്ചയ്ക്കോ വേണ്ടി പോയിട്ടില്ല. ഇന്ന് ഒരു മാധ്യമ പ്രവർത്തകന് ഒരു പ്രമുഖ ചാനലിൽ ഇരുന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. UDF-ന്റെ ഘടകകക്ഷിയായ STP എന്ന് ഏത് തരത്തിലാണ് ഇവർക്കൊക്കെ ഇത്തരത്തിൽ പറയാൻ കഴിയുന്നതെന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില മാധ്യമ പ്രവർത്തകരോടുള്ള ബഹുമാനം തന്നെ കളയുന്ന അവസ്ഥയിലേക്ക് അവർ പറയുന്ന ഈ ഒരു സാഹചര്യത്തെ ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല.